മനുഷ്യ സ്നേഹത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ഒരു പ്രതീകമായി തൻ്റെ ജീവിതം കാഴ്ചവെച്ച പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുത്ത ആദ്യ സമയം തന്നെ തൻ്റെ ആപ്തവാക്യമായി സ്വീകരിച്ചത് അനുകമ്പയോടെ നോക്കിക്കാണുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്ന വിശുദ്ധ മത്തായിയുടെ വിളിയെക്കുറിച്ചുള്ള വചനഭാഗമാണ്. അതുപോലെ തന്നെ തൻ്റെ ജീവിത ഉടനീളം മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു. സ്ഥാനദൗത്യം ഏറ്റെടുത്ത അന്നു മുതൽ പരിശുദ്ധ പിതാവ് തൻ്റെ പേര് തിരഞ്ഞെടുത്തത് തന്നെ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഫ്രാൻസിസ് എന്ന പേര് തന്നെയാണ് തിരഞ്ഞെടുത്തത്. തൻ്റെ ജീവിതത്തിൽ ഉടനീളം ആ മാധ്യസ്ഥൻ ജീവിച്ചിരുന്നത് പോലെ മൂന്നാം ക്രിസ്തു എന്ന പേരിന് യോഗ്യനായ വിധത്തിലായിരുന്നു ഫ്രാൻസിസ് പിതാവിൻ്റെ മാർപ്പാപ്പയുടെ ജീവിതം. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അമരക്കാരൻ, രാഷ്ട്രതലങ്ങളിലെ ശക്തനായ നേതാവ്, പാവങ്ങളുടെ പാപ്പ എന്ന പേരിലാണ് പരിശുദ്ധ പിതാവ് അറിഞ്ഞിരുന്നത്. അതുപോലെ തന്നെ സന്യസ്തരായവരോട് പ്രത്യേകം പ്രബോധിപ്പിച്ചിരുന്നു. വേർ ദർ ഈസ് റിലീജിയസ് ദർ ഈസ് ജോയ്. അത് വളരെ പ്രചോദനകരമായ ഒരു പ്രബോധനമായിരുന്നു. അതുപോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ ക്രിസ്തു ശിശുക്കളെ തൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് അനുവദിച്ചിരുന്നു. പരിശുദ്ധ പിതാവിൻ്റെ ജീവിതത്തിലും ഏത് സമയത്തും, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ പോലും ശിശുക്കളെ, കുട്ടികളെ അടുത്തു വരുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും പരിശുദ്ധ പിതാവ് ശ്രമിച്ചിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്, മാധ്യമങ്ങളിലൂടെയെല്ലാം കണ്ടറിഞ്ഞിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ അശരണരോടും അഭയാർത്ഥികളോടും അംഗവൈകല്യം വന്ന ഭിന്നശേഷിക്കാരോടും ഒരു പ്രത്യേക സ്നേഹം പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു. അവരെയെല്ലാം തൻ്റെ പൊതുവായിട്ടുള്ള ദർശനത്തിൽ അവരെയെല്ലാം മുൻനിരയിൽ നിർത്തി അവരോട് സ്നേഹപ്രകടനങ്ങൾ ചെയ്യുകയായിരുന്ന ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. ഒരു സഭാതലവൻ, ആഗോള കത്തോലിക്ക സഭയുടെ സഭാതലവൻ എന്ന നിലയിൽ ലഭിക്കാമായിരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും തുലോം പുച്ഛം എന്ന് കണ്ടുകൊണ്ട് അതെല്ലാം മാറ്റി ദരിദ്രരോടൊപ്പം ജീവിച്ച, ദരിദ്രരെ സ്നേഹിച്ച് ജീവിച്ച ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ പിതാവിൻ്റേത്. പരിശുദ്ധ പിതാവിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ഫ്രീ മാൻ എന്നാണല്ലോ. ആ ഓരോ വാക്കുകളുടെയും അർത്ഥം യോജിച്ച വിധത്തിലായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം. ഫ്രാൻസിസ് എന്ന് തുടങ്ങുമ്പോൾ ആദ്യത്തെ അക്ഷരം എഫ് ആണെങ്കിൽ അത് ഫ്രണ്ട്ലി വിത്ത് ഗോഡ്, ഫ്രണ്ട്ലി വിത്ത് പീപ്പിൾ, ഫ്രണ്ട്ലി വിത്ത് നേച്ചർ. അതുപോലെ തന്നെ ആർ എന്നുള്ള അക്ഷരം സൂചിപ്പിക്കുന്നത് പോലെ റിസ്ക് ഏറ്റെടുത്ത് തൻ്റെ ദൗത്യം നിർവഹണത്തിൽ പരിശുദ്ധ പിതാവ് അതീവ ശ്രദ്ധാലുവായിരുന്നു. ഏത് മറ്റുള്ളവരുടെ പ്രതികരണങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നും വകവെക്കാതെ ദൈവത്തിനു വേണ്ടി സത്യസന്ധമായി ജീവിച്ച് ജനങ്ങളുടെ ഇടയിൽ ആടുകളുടെ മണമറിഞ്ഞുകൊണ്ട് ആടുകളെയെല്ലാം ചേർത്ത് പിടിച്ച് ജീവിച്ച ഒരു ആടുകളുടെ മണമറിയുന്ന ഇടയനായിരുന്നു പരിശുദ്ധ പിതാവ്. അതുപോലെ തന്നെ ആ പേരിൻ്റെ
മൂന്നാമത്തെ അക്ഷരം എ ആണല്ലോ. എ എന്ന് പറയുമ്പോൾ അവൈലബിലിറ്റി. പരിശുദ്ധ പിതാവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും സംലഭ്യമായിരുന്നു. ജാതി മതഭേദമെന്നെ എല്ലാവരെയും കാണുന്നതിനും തൻ്റെ രോഗാവസ്ഥയൊന്നും വകവെക്കാതെ രാജ്യങ്ങളും രാഷ്ട്രങ്ങളും നേതാക്കളെയെല്ലാം സന്ദർശിക്കുന്നതിനും എല്ലാറ്റിലുപരി സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും സമാധാനത്തിനു വേണ്ടി ശബ്ദം ഉയർത്തുകയും ചെയ്ത അതിശക്തനായ ഒരു നേതാവ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ തൻ്റെ മധ്യസ്ഥനായ ഫ്രാൻസിസ് അസീസിയെ പോലെ ജീവിച്ച് നമ്മോട് വിട പറയുമ്പോൾ പിതാവിൻ്റെ ആ ഫ്രാൻസിസ് എന്നുള്ള പേരിൽ ആ ഓരോ അക്ഷരത്തിനും അനുയോജ്യമായ ജീവിതമാണ് പിതാവ് നയിച്ചിരുന്നത് എന്ന് ഓർമ്മയിൽ വരികയാണ്. അടുത്ത അക്ഷരം എൻ ആണെങ്കിൽ, ഫ്രാൻസിസ് എന്നുള്ളതിൻ്റെ പേരിൻ്റെ അടുത്ത അക്ഷരം എൻ ആണെങ്കിൽ വളരെ നൂതനമായ നോവൽറ്റി, പുതിയ പുതിയ പരിഷ്കരണങ്ങൾ, സഭാഭരണത്തിലെ പരിഷ്കരണം, കുരിയായുടെ പരിഷ്കരണം, അൽമായ കുടുംബ ജീവിതം, അതിലെ നിയമങ്ങളുടെ പരിഷ്കരണം, വത്തിക്കാൻ ബാങ്കിൻ്റെ സുതാര്യതയുടെ പരിഷ്കരണങ്ങൾ എന്ന് തുടങ്ങി പല വിധത്തിലുള്ള നവങ്ങളായ പരിഷ്കരണങ്ങൾ ജനത്തിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി സഭയിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ മാറ്റങ്ങൾ വരുത്തിയ ഒരു പിതാവാണ് ഫ്രാൻസിസ് പിതാവ്. അതുപോലെ തന്നെ ആ പേരിൻ്റെ അടുത്ത അക്ഷരമാണ് സി. സി എന്ന് പറയുമ്പോൾ കറേജ്, ധൈര്യം. ഏത് കാര്യങ്ങളിലും, തൻ്റെ ദൗത്യ നിർവഹണത്തിലുള്ള ഏത് കാര്യങ്ങളിലും വളരെ ധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവസ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവജനത്തോടുള്ള സ്നേഹത്തെ പ്രതി കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നതിനും, എന്ത് പ്രതികൂല സാഹചര്യങ്ങളോ വിപരീതമായ അനുഭവങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായാലും ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യസമേതം കാര്യങ്ങൾ, ദൗത്യം നിർവഹണം, തൻ്റെ ശുശ്രൂഷ അതിൻ്റെ പരിപൂർണതയിൽ നിർവഹിക്കുന്ന പിതാവിനെയാണ് നാം കാണുന്നത്. അതുപോലെ ആ പേരിൻ്റെ അടുത്ത അക്ഷരം ഐ എന്ന് പറയുമ്പോൾ ഇൻറ്റിമസി വിത്ത് ഗോഡ് ആൻഡ് ദ പീപ്പിൾ. ദൈവത്തോട് അതിശക്തമായ സ്നേഹത്തോടെ, ദൈവജനത്തോട് സ്നേഹത്തോടെ, അങ്ങനെ മനുഷ്യ സ്നേഹവും ദൈവസ്നേഹവും ഒരുമിപ്പിച്ച് തൻ്റെ ജീവിതത്തിലൂടെ ജീവിതാരംഭം മുതൽ അവസാനം വരെ ജീവിച്ച ഒരു വ്യക്തി. അവസാനത്തെ അക്ഷരമായ എസ്, സെറീൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ശാന്തതയാണല്ലോ. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെയുള്ള, പുഞ്ചിരിക്കുന്ന പാപ്പ എന്ന പേരിന് അർഹമായിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ശാന്തനായി തൻ്റെ ഏത് പ്രതിസന്ധികളിലും, രോഗാവസ്ഥയിലും, ഈവൻ വീൽ ചെയറിൽ ആശുപത്രി കിടക്കകളിലും എല്ലാം പുഞ്ചിരിക്കുന്ന ഒരു പിതാവിനെയാണ് നാം ദർശിക്കുന്നത്.